ഷദായ് ദൈവം സർവശക്തൻ. എൽ ഷദായ് എൽ ഷദായ് ദൈവം സർവശക്തൻ. സർവം സൃഷ്ടിച്ചവൻ, സർവം ഭരിക്കുന്നവൻ, സർവാധിപൻ, സർവശക്തൻ. എൽ ഷദായ് എൽ ഷദായ്. പാപമോചകൻ, ലോകരക്ഷകൻ, ജീവദായകൻ, സൗഖ്യദായകൻ, ശാന്തിദായകൻ, ശക്തിദായകൻ, ഏകരക്ഷകൻ, യേശുനായകൻ, ലോകാന്ത്യം വരെ കൂടെയുള്ളവൻ, ജീവജലത്തിനുറവയായവൻ. എൽ ഷദായ് സർവശക്തൻ. എൽ ഷദായ് ദൈവം സർവശക്തൻ. എൽ ഷദായ് സർവശക്തൻ. എൽ ഷദായ് ദൈവം സർവശക്തൻ. എൽ ഷദായ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുലിഖിതം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രതികൂലത്തിലും സംസാരിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോയൽ ജോർജ് ആണ്. ഞാൻ ജനിച്ച് വളർന്ന് ബോംബെയിലാണ്. അതുകൊണ്ട് എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. മലയാളം ശരിക്കും അറിയാൻ പാടില്ല, കുറച്ച് മലയാളം അറിയാം. അത് പറഞ്ഞു. ഞാൻ പഠിത്തത്തിൽ ഭയങ്കര മോശമായിരുന്നു. പഠനത്തില് പഠന കാര്യങ്ങളിൽ വളരെ മോശമായ ഒരവസ്ഥയായിരുന്നു. 11th എനിക്ക് അക്കൗണ്ട്സിൽ ഭയങ്കര കുറവ് മാർക്സ് വന്നു. ജസ്റ്റ് പാസ്സായത്. പക്ഷെ +2 ശരിക്കും മാർക്ക് കുറഞ്ഞു. ബാക്കി എല്ലാ സബ്ജക്റ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഏത് വിഷയം മോശം? അക്കൗണ്ട്സ് വളരെ പുവർ. യൂണിറ്റ് ടെസ്റ്റിലൊക്കെ എനിക്ക് 4.5 മാർക്ക് കിട്ടിയോളൂ. 4.5? 40. അത് തീരെ മോശമാണ്. അത് കഴിഞ്ഞിട്ട് മമ്മിയും പപ്പ പറഞ്ഞു ട്യൂഷനിൽ പോകാൻ. എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഈ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എന്നിട്ട് ട്യൂഷനിലും പോയിട്ട് ഞാൻ ഫെയിലായി. 23 പോയപ്പോ ബാക്കികളുണ്ടായി, എല്ലാം പോയി. എന്നിട്ട് ഞാൻ പിന്നെ ഒത്തിരി പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അഭിഷേകിനി ഇത് കാണുവാന്നു, ശാലോമില് കാണാൻ തുടങ്ങി. ഈ സമയത്താണ് ആരോ ഇവന് ഒരു നല്ല ഉപദേശം കൊടുത്തത്. മോനെ, നിന്റെ ബുദ്ധി തെളിയ ഒരു വഴിയുണ്ട്. ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇനി ഇത് കണ്ടുനോക്കിയേ, ബുദ്ധി അങ്ങോട്ട് തെളിയും. യുവജനങ്ങളെ അനുഗ്രഹിക്കുന്ന യേശു അവിടെ വരുമെന്ന് ഈശോയുടെ ഒരു ദൂത് ആരോ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഒരു പ്രാവശ്യം അഭിഷേകാഗ്നിയില് അച്ഛൻ ഒരു മെസ്സേജ് പറഞ്ഞു, ദൈവത്തിന് കൊച്ചു പിള്ളേരുടെ പ്രാർത്ഥന ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ പ്രാർത്ഥന കേൾക്കും. കൊച്ചു പിള്ളേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കേൾക്കും. +1 +2 പറഞ്ഞാലും കേൾക്കുമെന്ന് അവിടെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയത്തോടെ അപ്പൊ തന്നെ അത് വിശ്വസിച്ച്. ചില മറക്കട മുഷ്ടികളുണ്ട്, ആ സമയത്തും കളിക്കാൻ പോകും. എന്നാൽ ഇവനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് 80 മാർക്സ് എങ്കിൽ കിട്ടണമേ. എത്ര? 4.5 മാർക്കുള്ളൂ നമ്മുടെ പഴയ. അപ്പൊ നീ പ്രാർത്ഥിച്ചത് 80%. ആക്ച്വലി എനിക്ക് 40 മാർക്ക് കിട്ടാണ്ടിരുന്നേ.
പക്ഷെ ഞാൻ എന്നാലും പറഞ്ഞു 80 അവൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 40 കിട്ടിയാൽ മതി എന്ന് പറയാൻ നിന്നില്ല. ഈ 80 കിട്ടട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത് ഒരു അത്ഭുതം തന്നെ സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. 80 മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ അടുത്ത് പപ്പ പറഞ്ഞു, എടാ ഇത്ര കുറച്ചെന്തിനാ വയ്ക്കണം, കുറച്ചും കൂടെ കൂടുതൽ വയ്ക്കാമല്ലേ. പപ്പ മോശമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ, എന്നാലും ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് 90 മാർക്സ് എങ്കിലും കിട്ടണമേ. അപ്പൊ നീ കൂട്ടി പറഞ്ഞു. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ നെട്ടിപ്പോയി. എനിക്ക് 93 കിട്ടിയ. 93. എന്ത് 93? ശരിക്കും നോക്കിയായിരുന്നു. എന്റെ പേര് തന്നെയായിരുന്നോ? എനിക്കും അറിയാൻ പോലെ 93 ആണ്. കണ്ടപ്പോ നെട്ടിപ്പോയി. ഇവന് തന്നെ സംശയം. ഇവൻ ഒരു ഞെട്ടലോടെയാണ് ഇത് കണ്ടവണ ഒരു ഇടിവാള്. ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയ എത്ര സെക്കൻഡ് ഹയസ്റ്റ് ആണോ 93. എന്നിട്ട് പള്ളിയിൽ പ്രൈസും കിട്ടി, ഫസ്റ്റ് പ്രൈസ്. ആദ്യമൊക്കെ 4.5 മാർക്കായിരുന്നു അല്ലേ? പണ്ടൊക്കെ 4.5 മാർക്കാണ്. 4.5 മാർക്ക്. പിന്നെ ട്യൂഷന് പോയിട്ട് തോറ്റു, അതും ഇല്ലാതെയായി. അങ്ങനത്തെ സമയത്താണ് അഭിഷേകിനെ കണ്ടപ്പോൾ ഒരു ദൂത് ഈശോ പറഞ്ഞു, കുട്ടികൾ പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് ഇഷ്ടമാണ്, ഈശോ അടുത്ത് വന്ന് അനുഗ്രഹിക്കും. അപ്പോൾ ഈ മാനത് വിശ്വസിച്ചു. ഞാൻ +1 കാരനാണെങ്കിലും +2 ആണെങ്കിലും എന്നെയും ഈശോയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് നല്ല ഈ 80 ഇത് പപ്പ കേട്ടിട്ട് പപ്പ ഓടി വന്ന് പപ്പ പറഞ്ഞു, നീ 80 നിർത്തരുത്, ചോദിക്കുകയാണെങ്കിൽ 90 ചോദിക്കാൻ പാടില്ല. എന്താ പപ്പ എന്താ പറഞ്ഞത്? 90 എങ്കിലും ചോദിക്കാൻ പറ്റില്ല. 90-നേക്കാളും കൂടുതലാണ് ചോദിച്ചത്. പപ്പ പറഞ്ഞു കുറച്ച് കൂടുതൽ ചോദിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? യേശുവിനോട് പറഞ്ഞു, യേശുവേ സോറി, ഞാൻ ചെറുതായിട്ടുകൊണ്ട് 80 ചോദിച്ചതാണ്, പപ്പ കുറച്ചും കൂടെ കൂട്ടി ചോദിക്കാം, 90 തരാമോന്ന് ചോദിച്ചു. അതങ്ങോട്ട് ചോദിച്ചു. അപ്പം എത്ര കിട്ടി? 93. 93. 93. 100. ഇപ്പം ഞാൻ നേർന്നു. അപ്പം കൂടുതൽ കിട്ടിയാൽ ഞാൻ സാക്ഷ്യം പറയും. അപ്പം ഞാൻ ഓർത്തു അട്ടപ്പാടി ഒത്തിരി ദൂരെ ആയിരിക്കും. ഇപ്പം പിന്നെ അറിഞ്ഞ ഇവിടെ കൺവെൻഷൻ ഉണ്ട്. അട്ടപ്പാടിയിലെ കൺവെൻഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അട്ടപ്പാടി ദൂരെയുള്ള ഞാൻ എങ്ങനെ അട്ടപ്പാടിക്ക് പോകും, ആരെന്നെ അട്ടപ്പാടിക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ പിറവത്ത് അട്ടപ്പാടി വരുന്നതായിട്ട്. സന്തോഷമാണോ? ഒത്തിരി സന്തോഷമുണ്ട്. അഭിഷേകിനെ കഴിഞ്ഞ് കാണുമോ അല്ലെങ്കിൽ നിർത്തിയോ? ഇല്ല, എപ്പോഴും കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവർ ബോംബെയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിലും ശരി, മലയാളമൊന്നും ശരിക്കും പറയാൻ പറ്റുന്ന സ്ഥിതി അല്ലെങ്കിലും ശരി, നോക്കിയ യേശുവിനെ പ്രതി അതെല്ലാം കൊണ്ട് വെളിപ്പെടുത്തി, ജീവിതത്തിൻ്റെ അനുഭവം വെളിപ്പെടുത്തി യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി സ്റ്റേജിൽ കർത്താവ് കൊണ്ടുവന്ന് നിർത്തി. ഇതേമാതിരി നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളെയും യുവജനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ഇതേപോലെ ക്ലാസ്സിൽ മോശമായ പലരും ഉണ്ടായിരുന്നു. അവർ ചിലപ്പം കൂടുതൽ മോശമായിട്ട് അവസാനം അവർ വേറെ വഴിക്ക് പോയി കാണും. പക്ഷേ ഇവനെ ദൈവം അനുഗ്രഹിച്ച് അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് ഓരോ സമയത്ത് കാണേണ്ടത് കണ്ട്, പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ച്, പ്രാപിക്കേണ്ട ബ്ലെസ്സിങ് പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഗതിയാണ് മാറി വരുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവു നീ. പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. എല്ലാ നാളും ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊച്ചുപിള്ളേരുടെ പ്രാർത്ഥന ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ കൂടുന്ന +1 +2 പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്നവർ, ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്ന യുവതീ-യുവാക്കന്മാർ, വിദ്യാർത്ഥിനികൾ, എല്ലാവരുടെയും ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ ഈ അഭിഷേകത്തിന്റെ സമയത്ത് യേശു ശ്രദ്ധാലുവാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ മകൻ ബോംബെയിലിരുന്ന് പറഞ്ഞു, കർത്താവേ എനിക്ക് 4.5 മാർക്കാം, അത് മാറി ഒരു 80%. പിന്നെ വെട്ടി പറഞ്ഞു 90%. അങ്ങനെ ദൈവം അവൻ്റെ ആ പ്രാർത്ഥന ആ മൂലയിരുന്ന് ആ വീട്ടിലിരുന്ന് അവൻ പറഞ്ഞത് ദൈവം കേട്ടു.
അതേപോലെ അവന്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. രോഗികളെ സുഖമാക്കുന്ന കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇന്നിപ്പോൾ വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ രോഗികളുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ ഇപ്പോൾ വലിയ ശക്തി ഇറങ്ങും. രോഗികളായ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കണം. ക്ഷീണമുള്ളവർ പ്രാർത്ഥിക്കണം. തകർന്നവർ പ്രാർത്ഥിക്കണം. വേദനിക്കുന്നവർ പ്രാർത്ഥിക്കണം. കണ്ണുനീരിലിരിക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, രോഗികളെ സുഖമാക്കുന്ന കർത്താവിന്റെ അത്ഭുത ശക്തി, ഓ, വിടുവിക്കുന്ന കർത്താവിന്റെ ശക്തി ഈ രാത്രി ഈ മക്കളുടെ മേൽ അതിശയമായി ഇറങ്ങാൻ പിതാവേ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിന്റെ അത്ഭുത ശക്തി ദൈവജനത്തിന്മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ച് കൈകൾ ഉയർത്തി കൈയടിച്ച് അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കർത്താവേ, ഇപ്പോൾ അങ്ങനെ അത്ഭുതമായ ഒരു ശക്തി സമൂഹത്തിലേക്ക് അവിടുന്ന് കരുണാപൂർവ്വം വർഷിക്കണമേ. തളർന്നു കിടക്കുന്നവര്, കിടന്ന കിടപ്പത്തിന് കിടക്കുന്നവര്, ക്യാൻസർ ഉള്ളവര്, ട്യൂമർ ഉള്ളവര്, മഞ്ഞപ്പിത്തം ബാധിച്ചവര്, കരൾ സംബന്ധമായ രോഗമുള്ളവര്, ആമാശയത്തിൽ ക്യാൻസർ ബാധിച്ചവര്, ഉദര സംബന്ധമായ പീഡയുള്ളവര്, ഗർഭാശയ രോഗമുള്ളവര്, എല്ലാ രോഗികളെയും ഇപ്പോൾ ഈശോയെ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. സൗഖ്യദായകനേശുവേ കൈകൾ നീട്ടണമേ. വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ സൗഖ്യം നേടിയിടാൻ. സൗഖ്യദായകനേശുവേ കൈകൾ നീട്ടണമേ. വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ യജ്ഞം നേടിയിടാൻ. യേശുവിൻ തിരുമുറിവാലേ വ്യാധികൾ മാറട്ടെ. ദൈവശക്തിയാ രോഗാണുക്കൾ ഇല്ലാതാകട്ടെ. യേശുവിൻ തിരുമുറിവാലേ വ്യാധികൾ മാറട്ടെ. ദൈവശക്തിയാ രോഗാണുക്കൾ ഇല്ലാതാകട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ച് അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ആവർത്തിച്ച് ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, ഡെലിവറൻസ് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. വിശ്വാസത്തോടെ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. അത്ഭുത നാമശക്തിയാൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അത്ഭുതത്തിന്റെ ശക്തി അയക്കണമേ. രോഗത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. മാരക വ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. ദുർബാധകളെ ശാസിക്കുന്നു. അന്ധകാര പീഡകളെ ശാസിക്കുന്നു. എതിർശക്തികളെ ശാസിക്കുന്നു. എല്ലാ തരത്തിലുള്ള കൂടോത്ര ശക്തികളെ ബന്ധിക്കുന്നു. മന്ത്രവാദ ശക്തികളെ ബന്ധിക്കുന്നു. എല്ലാ ക്ഷുദ്രക്രിയകളെ ബന്ധിക്കുന്നു. ദൈവമക്കളെ പീഡിപ്പിക്കുന്ന നാരകീയ സേനകളെയും ഉപദ്രവമായ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളിലും ഇവരുടെ കുടുംബങ്ങളിലും ഇവരുടെ വംശങ്ങളിലും കാലങ്ങളായി ഇവരെ പിടികൂടിയിരിക്കുന്ന മാറി മാറി വരുന്ന രോഗങ്ങൾ, തുടർച്ചയേറുന്ന അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ആത്മഹത്യകൾ, മാനസിക രോഗങ്ങൾ, തിന്മകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഇപ്പോൾ വിടുതൽ നൽകണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാലിക ബാലന്മാരെ തുടരണമേ കർത്താവേ. വിദ്യാർത്ഥികൾ അനുഗ്രഹിക്കണ കർത്താവേ. യുവതിവാക്കന്മാരുടെ തടസ്സങ്ങൾ മാറട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. ജോലി തടസ്സങ്ങൾ മാറട്ടെ. വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 കൃപ നിറയട്ടെ. പ്രാർത്ഥന നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. വിശ്വാസം നിറയട്ടെ. തീഷ്ണത നിറയട്ടെ. ഉണർവ് നിറയട്ടെ. ദൈവസ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ, യേശുവേ, യേശുവേ. We surrender all our hearts. Hallelujah, hallelujah,
with all our might, with all our strength. We worship you, O Lord. We adore you, O Lord. We glorify you, O Lord. Hallelujah. You are the Lord. You are my Savior. You are my Redeemer. Jesus, we love you. Jesus, we love you, Jesus. We worship you, O Lord. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് അല്പനേരം നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് പ്രതികൂലത്തിലും സംസാരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകരുടെ ജീവിതങ്ങളിൽ സഹനങ്ങളെ ദൈവം അനുവദിച്ചപ്പോൾ അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൊടുക്കാൻ കൂടി ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന അനുഭവത്തിലൂടെ ദൈവം നയിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പ്രാർത്ഥനാനുഭവം നൽകാൻ വേണ്ടി കൂടിയാണ് ദൈവം അങ്ങനെ ഒരു സാഹചര്യം നൽകിയത് എന്ന് തിരിച്ചറിയണം. നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 12 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു മകനെയാണ് ബൈബിൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹെസക്കിയ രാജാവ്. അദ്ദേഹം ഭയങ്കരമായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്. എന്നാൽ അദ്ദേഹത്തിന് രോഗം പിടിച്ച് എത്ര നോക്കിയിട്ട് മാറുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, ചികിത്സിച്ചിട്ട് മാറുന്നില്ല. ആ രോഗത്തിൽ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ലഭിക്കുകയാണ്. ഈ രോഗം സുഖപ്പെടുകയില്ല, നീ മരിക്കും. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 തൊട്ട് 4 വരെ വാക്യങ്ങൾ. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ യേശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ആ മനുഷ്യനോട് പറയുകയാണ്, നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. ഇതൊരു ഡോക്ടർ പറയണതല്ല, ചികിത്സിക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പരിചരിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്നവരോ നമ്മുടെ അപ്പനമ്മമാരോ നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ പറയുന്നത് പോലെ അല്ല ഇത്. ദൈവം നേരിട്ട് പറയാണ്, നീ സുഖം പ്രാപിക്കില്ല, നീ മരിക്കും. അതുകൊണ്ട് നീ വേഗം തന്നെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോടാണ് ദൈവം ഇത് പറഞ്ഞു. ചിന്തിച്ചു, ഒരു ഡോക്ടർ തന്നെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ്. ഈ ക്യാൻസർ ഇനി മാറില്ല, മരിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ രോഗം മാറില്ല, മരിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഡോക്ടർ പറയണ്ട, ഒരു ബ്ലഡ് ക്യാൻസർ വന്നു, അത് ഇനി ചികിത്സിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, മരിക്കുന്നു എന്ന് അറിവ് കിട്ടിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വേദനയും തകർച്ചയും ഞാൻ കണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ലോകത്തിലെ മനുഷ്യർ പറയുമ്പോൾ അല്ലെങ്കിൽ ലോകപ്രകാരം നമുക്കത് മരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അറിവ് കിട്ടുമ്പോൾ തന്നെ എത്രയോ മനപ്രയാസവും എത്രയോ ഭാരവുമാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുക. അപ്പോൾ ഇത് ലോകമോ മനുഷ്യരോ നമ്മുടെ മനസ്സോ അല്ല, നേരിട്ട് ദൈവം പറയുകയാണ്. നമ്മളൊരു കാര്യത്തിന് ആശ്രയിക്കുന്ന ദൈവത്തെ, ആ ദൈവം പറയാണ്, നിന്റെ ഈ രോഗം സുഖപ്പെടുകയില്ല, നീ മരിക്കും. തീർച്ച, ഉറപ്പ്, തീരുമാനം ദൈവം അറിയിച്ചു, നീ മരിക്കും. അതുകൊണ്ട് വീട്ടുകാര്യങ്ങൾ വേഗം ക്രമപ്പെടുത്തുക എന്ന് തീരുമാനം ദൈവം അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെസക്കിയ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഡെപ്ത്, ഹൃദയത്തിൻ്റെ വിശ്വാസ ഡെപ്ത് ഇവിടെ കാണുകയാണ്. അദ്ദേഹം എന്താ ചെയ്തത്? 2-ാമത്തെ 3-ാമത്തെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടു കൂടെ കരഞ്ഞു. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അവൻ കാര്യം അവൻ്റെ കിടക്കയിലാണ് കിടക്കുന്നതെങ്കിലും
അവൻ ആ ഭിത്തിയോട് ചേർന്ന് ഭിത്തിയിലേക്ക് തിരിഞ്ഞ് സ്വന്തം കിടക്കയിൽ രോഗക്കിടക്കയിലാണ് കിടക്കുന്നതെങ്കിലും അവൻ നിൽക്കുന്നതും സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ മുമ്പിലാണ്. അവൻ ഈ ജീവിതകാലം മുഴുവൻ ഏത് ദൈവത്തെ ആരാധിച്ചുവോ, അവൻ ഈ ജീവിതകാലം മുഴുവൻ ഏത് ദൈവത്തിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തുവോ, അവൻ ഈ ജീവിതകാലം മുഴുവൻ ഏത് ദൈവത്തിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചുവോ, അതേ ദൈവത്തിൻ്റെ മുമ്പിലാണ് ആ കിടക്കയിൽ നാം കിടന്നുകൊണ്ട് പറയുന്ന ന്യായവാദങ്ങൾ നിരത്തപ്പെടുന്നത്. അവിടെ അദ്ദേഹം ആ ചുമരിലേക്ക് തിരിഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ആ കിടക്കയെ കിടന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചെയ്ത നന്മകളും എൻ്റെ ജീവിതകാലത്ത് അങ്ങേ ആരാധിച്ചതും അങ്ങയുടെ വഴികളിലൂടെ നടന്നതും ഓർക്കണമേ എന്ന് പറഞ്ഞിട്ട് ഹൃദയവതയോടെ കരഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് മരിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ജീവിക്കണം എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ ശക്തിപ്പെടുത്തിയ വിശ്വാസം ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പ്രതികൂലത്തിലും തളരാതെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒരു വിശ്വാസം ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതിന് ഉത്തരവുണ്ട്, അതിന് മറുപടിയുണ്ട്, അതിന് ഫലമുണ്ട്. അതാണ് 4-ാമത്തെ വാക്യം. കൊട്ടാരത്തിൻ്റെ അങ്കണം വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. അവൻ്റെ സംസാരം, അവൻ്റെ ഇടപെടൽ, അവൻ്റെ കണ്ണുനീര് അവൻ്റെ ജീവിതത്തിലേക്ക് മരിക്കുന്നത് വരെ, അവൻ്റെ ജീവിതകാലം മുഴുവൻ ഓർക്കാവുന്ന വിധം ഒരു ദൈവാനുഭവത്തിലേക്ക് അവനെ നയിച്ചു, ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് അവനെ നയിച്ചു, ഒരു വിശ്വാസാനുഭവത്തിലേക്ക് അവനെ നയിച്ചു. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലത്തിൽ നാം പറയുന്നതും നാം സംസാരിക്കുന്നതും നാം കരയുന്നതും ആ നമ്മുടെ രോഗക്കടകയിൽ നമ്മൾ തിരിഞ്ഞു കിടക്കുമ്പോൾ മനസ്സിൽ കൂടെ നാം വിശ്വാസ ചിന്തകളിൽ ദൈവത്തോട് ഇടപെടുന്നതും ഒരു നിസ്സാര കാര്യമല്ല. ദൈവം അത് കേൾക്കുന്നുണ്ട്, അതിന് മറുപടിയുണ്ട്, അതിന് അനുഗ്രഹമുണ്ട്. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാലും അങ്ങനെ തന്നെ, ദൈവത്തെ ദുഷിച്ച് പറഞ്ഞാലും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആ വാക്കുകളെല്ലാം ചെന്ന് നിവദിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആ പ്രാർത്ഥനകളെല്ലാം എത്തിച്ചേരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ബൈബിളിൽ വിശുദ്ധ ലിഖിതത്തിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 24 മുതൽ 30 വരെ തിരുലിഖിതങ്ങളിൽ മറ്റൊരു വ്യക്തിയെ ദൈവത്തിന്റെ വചനം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. യേശു ഒരു ഭവനത്തിൽ വന്ന് അധികം പേരും അറിയാതെ അവിടെ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയും ചെയ്യുന്നത് ആഗ്രഹിച്ചു. എന്നാൽ അവന് മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല. 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിങ്ങനെയാണ്, ഒരു സ്ത്രീ അവനെ കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചു മകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. ആ അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ ദുഃഖം പറയാനുണ്ട് യേശുവിനോട്. പിശാച് ബാധിച്ച ആ മകളുടെ ആ ദുഃഖവും ഭാരവും കണ്ട അമ്മ അത് ഈ ഭൂമിയിൽ ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ആ ദുഃഖവും ഭാരവുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ യേശു അവളോട് പറയുന്നുണ്ട്, അയ്യോ സ്ത്രീ, നീപ്പോ ഇത് മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. നിന്റെ രോഗവും നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിനക്കിപ്പോൾ അനുഗ്രഹം ഇല്ല എന്ന് തന്നെയാണ് യേശു ആ സ്ത്രീയോട് പറഞ്ഞത്. പക്ഷേ അവൾ നിരാശപ്പെടുകയോ തളരുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ ആ ഹൃദയത്തിൻ്റെ ഡെപ്ത്, ആ വിശ്വാസത്തിന്റെ ഡെപ്ത് അവിടെ കാണുകയാണ്. അവൾ യേശുവിനോട് ചോദിക്കുകയാണ്. 7-ാം അധ്യായം 28-ാം തിരുലിഖിതം. അവൾ പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്, എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. ഒരു സംസാരം. നമുക്ക് പ്രതികൂലത്തിൽ ദൈവത്തോട് സംസാരിക്കാൻ ശക്തിപ്പെടുത്തിയ ഒരു വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ തന്നെ യേശു എന്ത് പറഞ്ഞു നോക്ക്. യേശു അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതാണ് 29-ാമത്തെ 30-ാമത്തെ തിരുലിഖിതങ്ങൾ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ ഒന്നും യേശു പറയുന്നില്ല. അവൾ പറഞ്ഞ ആ ഒരു വാക്ക്, അവൾ പറഞ്ഞ ആ ഒരു സംസാരം അവളെ സ്വർഗത്തിൽ പ്രിയങ്കരിയാക്കി മാറ്റി. അവളുടെ കുടുംബത്തെ ദൈവത്തിന് പ്രിയപ്പെട്ട കുടുംബമാക്കി മാറ്റി. ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക,
പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. തുടർന്ന് നമ്മൾ 30-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? അവൾ വീട്ടിലേക്ക് പോയി, കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു, പിശാച് അവളെ വിട്ടുപോയിരുന്നു. പ്രതികൂലത്തിൽ, രോഗത്തിൽ ദൈവത്തെ ദുഷിക്കുകയും ദൈവത്തെ ശപിക്കുകയും ദൈവത്തെ എതിർക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്യാൻ പിശാച് നമ്മളെ നിർബന്ധിക്കും. എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾ കാണുന്നത് എന്താ? വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്ന മക്കളെയാണ് ബൈബിളിലൂടെ അവതരിപ്പിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 15-ാം വാക്യം, മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ തനിയെ വിട്ടയക്കരുതേ. അങ്ങ് എന്നോടും അങ്ങയുടെ ഈ ജനത്തോടും കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളെക്കാളും വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം മോശയോട് പറഞ്ഞു, നീ പൊക്കോ, നിന്റെ ജനത്തെ കൊണ്ടുപോക്കോ, ഞാൻ അനുഗ്രഹിച്ചോളാം. അപ്പോൾ മോശ ദൈവത്തോട് സംസാരിക്കാൻ മുതിരുകയാണ്. ദൈവത്തോട് പ്രതികൂലത്തിൽ നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോകാതെ അവിടെ നിന്ന് ദൈവത്തോട് സംസാരിക്കാൻ ശക്തിപ്പെടുത്തിയൊരു വിശ്വാസം മോശയുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായി? അവനെ കൂടുതൽ പ്രിയങ്കരനാക്കി മാറ്റി. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് ദൈവം ഇഷ്ടത്തോടുകൂടെ പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് മോശയുടെ കൂടെ നടക്കുന്ന ദൈവം. പുറപ്പാടിന്റെ പുസ്തകം 33-ാം അധ്യായം 15-ഉം 16-ഉം 17-ഉം തിരുലിഖിതങ്ങളിലാണ് മക്കളെ ഈ ഒരു സംസാരം നമ്മൾ കാണുന്നത്. ഈ ദൈവത്തിന് മുമ്പിൽ ഈ രാത്രി ഹൃദയം തുറന്ന് മനസ്സിന്റെ വേദന ഒന്ന് പങ്കിടുമോ? അവിടുന്ന് നിശ്ചയമായും കുടുംബത്തിലും ജീവിതത്തിലും വരുന്ന അനുഭവം കൊണ്ട് നിങ്ങൾ ആശ്വസിപ്പിക്കും. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും പറഞ്ഞ്, മനസ്സിന്റെ എല്ലാ ദുഃഖങ്ങളും പറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയഭാരങ്ങൾ കോരിച്ചൊരിയാം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ദൈവമേ, അവിടുന്ന് സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ വന്ന് പൊതിയണമേ കർത്താവേ. മലകളെ മേഘങ്ങൾ വന്ന് മൂടുന്നത് പോലെ ഇപ്പോൾ ഈ സമൂഹത്തെ മൂടണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് മൂടട്ടെ. സമുദ്രത്തെ ജലം മൂടിയിരിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം സമൂഹത്തെ മൂടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമുദ്രം ജല ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പോലെ മലകൾ കാർമേഘ നിറയും പോലെ യേശുവേ, യേശുവേ. സമുദ്രം ജലത്താൽ കവിയും പോലെ അത്ഭുത ശക്തിയേ, മലകൾ ഇപ്പോൾ ഞങ്ങളെ പൊതിയണമേ. കാർമേഘത്താൽ നിറയും പോലെ ഈ സമൂഹത്തെ ഇപ്പോൾ ദൈവ സാന്നിധ്യം മൂടട്ടെ. സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയേണമേ. പിതാവേ, സാന്നിധ്യവും അപ്പാ, നിന്റെ സാമീപ്യവും അപ്പാ, ഞങ്ങളിൽ നിറയേണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ. ആകാശം പിളർന്ന് വന്നിടണേ. ഈ നിമിഷങ്ങളിൽ രോഗികളെല്ലാം പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് കർത്താവേ, സമുദ്രത്തിൽ ജലം നിറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. കൈകൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. രോഗികളുടെ മേൽ ശക്തി നിറയുന്നു, തകർന്നവരുടെ മേൽ കൃപ നിറയുന്നു. കർത്താവേ, സമുദ്രം അത്ഭുതമായി നിറവ് നൽകണമേ. മലകൾ കാർമേഘത്താൽ നിറയും പോലെ കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി
വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്താൽ നിറയും പോലെ നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ കർത്താവേ. ആകാശം പിളർന്ന് വന്നിടണേ, ആകാശം പിളർന്ന് വന്നിടണേ. എൽ ഷദായ്. വചനം ധാരധാരയായി ഒഴുകും ധന്യമാം നിമിഷം ഹൃദയം ദീപ്തമാക്കിടാം തിരുവചനം ഉൾക്കൊണ്ടിടാൻ ആകാശമണ്ഡലം മാറിയാലും മാറുകില്ലീ വചനം